everyone, welcome back to Xylem Learning. It's me, your JD. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് noun ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കാൻ പോവാണ് with activities. ഒരു ആക്ടിവിറ്റിയിലൂടെ ആ ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താവും കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമ്പിൾസ് ചെയ്തതിന് ശേഷം ആ noun എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് നോക്കിയാലോ, സെറ്റ് ആണല്ലോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാനുള്ളത്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ നൗൺസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ കുറെ നൗൺസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ഫോം ഇവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ അതിന്റെ എക്സാക്ട് ആൻസേഴ്സ് കാണിക്കും, ഉറപ്പാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഗസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടി. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ലാർജ് ക്രൗഡ് ആണോ ക്രൗഡ്സ് ആണോ? ഈസ് എക്സ്പെക്റ്റഡ്. ക്രൗഡ് എന്ന് പറഞ്ഞ ഒരു ജനക്കൂട്ടം. ഓക്കെ, ആ ഒരു ലാർജ് ക്രൗഡ് ആണോ ക്രൗഡ്സ് ആണോ എന്നുള്ളത് എങ്ങനെ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി ഇവിടെ ഈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കരുതും എന്താണ് അത് സിംഗുലർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈസി ആണ്. ക്രൗഡ് എന്നുള്ളത് അതെന്താണ്? ഡെഫിനറ്റ്ലി ക്രൗഡ് തന്നെയാണ്. ക്രൗഡ്സ് എന്ന് പറയേണ്ടതില്ല. കാരണം ഓൾറെഡി ക്രൗഡ് എന്നുള്ളത് അത് ഓൾറെഡി എന്താണ്, അതൊരു വേർഡ്, ഒരു സിംഗുലർ ആണ്. പക്ഷെ അതൊരു കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ? ഇത് കണ്ടോളൂ, ഇതൊക്കെ കളക്റ്റീവ് നൗൺ ആണ്. ക്രൗഡ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ക്ലാസ് ആവട്ടെ, ടീം ആവട്ടെ, ജൂറി, ഗ്രൂപ്പ്, ഇതൊക്കെ കളക്റ്റീവ് നൗൺ ആണ്. ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ പ്ലൂറൽ ആ ഒരു മീനിങ് കിട്ടുമെങ്കിലും അതിന്റെ എക്സാക്ട് ഉപയോഗം ആക്ച്വലി അത് സിംഗുലർ ആണ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, ക്രൗഡ് എന്നാണ് തന്നെയാണ് അവിടെ വേണ്ടത്. ക്രൗഡ്സ് എന്ന് എന്താക്കാറില്ല, പൊതുവെ നമ്മൾ പറയാറില്ല. ഓക്കെ, അല്ലെങ്കിൽ കുറെ ക്രൗഡ്, ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട്, ഒരു ക്രൗഡ് അവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ക്രൗഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇതൊരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ വരുന്ന സമയത്ത് ആക്ച്വലി ഇറ്റ്സ് എ സിംഗുലർ. അത് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എ ജൂറി, ഇവിടെ പറയുമ്പോൾ എ ജൂറി ഹാസ് എന്നാ പറയാം. ഓക്കെ, ജൂറിക്ക് ഉണ്ട്. ജൂറി എന്ന് പറയുന്ന സമയത്ത് ഒരാളല്ല, കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇതുപോലെ മറ്റു എക്സാമ്പിളിലേക്ക് പോവാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആൻസേഴ്സ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോ. ഇതോ ആലോചിച്ച് നോക്കൂ. ദ പെയർ ഓഫ് ഷൂ ആണോ ഷൂസ് ഈസ് ഗുഡ് എന്നാണോ പറയേണ്ടത്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ദിസ് പെയർ, ഇതാന്നല്ല കേട്ടോ, ദിസ് പെയർ ഓഫ് ഷൂ ആണോ ഷൂസ് ആണോ? ഈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂസിങ് ആണ്. ഈസ് കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെയും ഈസ് കൊടുത്തത് കൊണ്ട് നമ്മൾ എന്തായിരുന്നു, ക്രൗഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഈസ് കൊടുത്തതുകൊണ്ട് ഷൂ ആണ് പറയുക എന്ന് ചിലർ കരുതുണ്ടാകും. ബട്ട് ആക്ച്വലി ഇറ്റ്സ് ഷൂസ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദ പെയർ എന്നതിനെയാണ്. പെയർ എന്ന് പറഞ്ഞതിന് ശേഷം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സിംഗുലർ ആയിരിക്കും. ഓക്കെ, അത് ഷൂസ് ആവട്ടെ, ഷൂ ആവട്ടെ, ഡെഫിനറ്റ്ലി ഷൂസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതെന്ത് തന്നെയായാലും ഇവിടെ പെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ, ഷൂ എന്ന് മാത്രം, ഒരു ഷൂ മാത്രം എന്തായാലും പറയില്ലല്ലോ. ഓക്കെ, ഷൂസ് എന്ന് പറയണം. ഡെഫിനറ്റ്ലി പെയർ ഓഫ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉള്ളതാണ്. ഇതൊക്കെ പെയറാണ്. ഗ്ലാസസ്, അതുപോലെ തന്നെ സിസേഴ്സ്, പിന്നെ ഇയർ മഫ്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തന്നതാണ്. ഇതൊക്കെ പെയർസ് ആണ്. അങ്ങനെ പെയർ ആയിട്ടുള്ളതൊക്കെ എന്താണ്, ഡെഫിനറ്റ്ലി അത് എസ് വരും. അത് മാത്രമല്ല അതൊക്കെ സിംഗുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുകയും ചെയ്യുക. കൺഫ്യൂഷൻ വേണ്ട. പെയർ വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. പക്ഷേ അതിൽ വരുന്ന, അതിനുശേഷം വരുന്ന നൗൺ എന്തായിരിക്കും? പ്ലൂരൽ ആ രൂപത്തിലുള്ള, എസ് രൂപത്തിലുള്ള ആ ഒരു സംഭവമായിരിക്കും. ഇതാണ് ആ ഒരു പെയർ നൗൺസ് ആയിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസ്. നെക്സ്റ്റ് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നു, നിങ്ങൾക്ക് എക്സാക്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ദീസ് ഗ്ലൗ ആണോ ഗ്ലൗസ് ആണോ? വേർ ഫൗണ്ട് ദേർ. ഇവിടെ ഒന്നും നോക്കാനില്ല. വേർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേർ അവിടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ആൻസേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടായി കരുതാണ്. ഡെഫിനറ്റ്ലി ഗ്ലൗസ് ആണ്. ഇവിടെ വാസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? ഗ്ലവ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ വേർ ആണുള്ളത്. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു യൂസ് ഗ്ലവ്സ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് വൺ, മെനി പീപ്പിൾ ആണോ പീപ്പിൾസ് ആണോ? ഹാവ് വിസിറ്റഡ്. ഹാവ് ആണ് മക്കളെ കൊടുത്തിട്ടുള്ളത്. ഹാവ് ആണ്, ഹാസ് അല്ല. മെനി പീപ്പിൾ ആണോ പീപ്പിൾസ് ആണോ? ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കൂ. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഡെഫിനറ്റ്ലി പീപ്പിൾ എന്ന് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി പീപ്പിൾ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി സിംഗുലർ ആയിരിക്കും. പക്ഷെ ഇവിടെ മെനി എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് എന്തായി? ആ ഒരു ഹാവ് എന്ന് ആയി മാറിയിട്ടുണ്ട്. സോ വി ഹാവ് ടു സേ ദാറ്റ് പീപ്പിൾ. അല്ലാതെ ഒരിക്കലും പീപ്പിൾസ് എന്ന് പറയാറില്ല. ഓക്കെ, പൊതുവെ. ഓക്കെ, അല്ലെ പിന്നെ അപ്പോസ്ട്രോഫി എസ് വേണം. പീപ്പിൾസ്. ഓക്കെ, ജനങ്ങളുടെ എന്ന് പറയണം. ഏകദേശം ക്രൗഡ് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. നോക്കാം, നെക്സ്റ്റ് വൺ നോക്കാം. മോസ്റ്റ് ഹൗസ് ആണോ ഹൗസസ് ആണോ? ഇത് സിമ്പിൾ ആണ്. ഇവിടെ 6 കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ്.
ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടല്ലോ അല്ലേ? ഹൗസസ്, 6 കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇറ്റ്സ് ഹൗസസ്, ഈസി, വീടുകൾ എന്ന് പറയാൻ പറ്റും. വെൽ ബിൽഡ്, അതൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ടതാണ്. 6-1. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ. നോക്കൂ, ദ സിസേഴ്സ് ആണോ സിസർ ആണോ, സിസർ ആണോ സിസേഴ്സ് ആണോ? ഓക്കെ, ഈ ഒരു പിക്ചർ കൊടുത്തപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ എന്താക്കില്ല, സിസർ ഇതിന്റെ ഒന്ന് മാത്രം പറയില്ല. സോ സിസർ എന്നുള്ളത് എന്താണ്? റോങ് ആണ്. സിസേഴ്സ് തന്നെയാണ് എപ്പോഴും പറയുക. എന്താ പറയുക? എപ്പോഴും സിസേഴ്സ് എന്ന് തന്നെയാണ് പറയുക. കാരണം അത് 2 സിസർ ഉള്ളത് കൊണ്ടാണോ എന്തറിയില്ല, ഏതായാലും സിസേഴ്സ് എന്ന് തന്നെയാണ് ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യാറ്. അതിന് ആക്ച്വലി പ്ലൂറൽ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്താക്കണം, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ട് വേണമെങ്കിൽ എന്താക്കും, സിസർ എന്ന് പറയുമായിരിക്കും. ഏതായാലും ദ സിസേഴ്സ് നീഡ് ഷാർപ്പനിങ്, അതെന്താക്കണം, കുറച്ചുകൂടി മൂർച്ച കൂട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ സിസേഴ്സ് എന്നാണ് പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പല കൺഫ്യൂഷൻ ഉണ്ടാവും, സിസേഴ്സ് ഈസ് ആണോ സിസേഴ്സ് ആണോ, അതും കൂടി ക്ലാരിഫൈ ചെയ്യാണ്. ആ ഒരു സംശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിസേഴ്സ് എന്നാണ് യൂസ് ചെയ്യുക. ദിസ് വേർഡ് ഈസ് ഓൾവേസ് യൂസ്ഡ് ഇൻ പ്ലൂറൽ, അത് എപ്പോഴും പ്ലൂറലിലാണ് യൂസ് ചെയ്യുക, ഒരിക്കലും സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയില്ല. ഓക്കെ, അതുപോലെ തന്നെ ദ സിസേഴ്സ് ഇൻ ദി ഡ്രോവർ എന്നാണ് പറയുക, അല്ലാതെ ദ സിസേഴ്സ് ഇൻ ദി ഡ്രോവർ എന്ന് പറയാറില്ല. സിസേഴ്സ് ആണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള വേ ഓഫ് യൂസേജ്. ഓക്കെ, സെറ്റ് ആണല്ലോ? സിസേഴ്സ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നൗൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. ആക്ച്വലി ഒരു ആക്ടിവിറ്റിയിൽ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ നൗൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവം തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താക്കണം, ഇത് നിങ്ങൾക്ക് ചെയ്തു വെച്ച ഒരു പരിചയം വെച്ചിട്ട് നിങ്ങൾ എന്താക്കണം, അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നൗൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 99% നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. നമുക്ക് നോക്കാം. ഇതാണ് ആ ആക്ടിവിറ്റി. ദ ഫോളോയിങ് പാസേജ് ഹാസ് നോട്ട് ബീൻ എഡിറ്റഡ്. എഡിറ്റിംഗ് ആണ്, മറ്റതിന്റെ രൂപത്തിലല്ല, എഡിറ്റിംഗ് ആണ്. ദർ ഈസ് എ മിസ്റ്റേക്ക് in each line. ഓരോ വരിയിലും ഓരോ മിസ്റ്റേക്ക് ഉണ്ട്. Write the incorrect word as well as the correct in your answer sheet. Okay, കറക്ഷൻ അത് എഴുതിയിട്ട് ഏതാണോ റോങ് ആയിട്ടുള്ളത് അതും എഴുതുക, എന്നിട്ട് അതിന്റെ കറക്ഷനും എഴുതുക. നോക്കാം. When Da Vinci became a young man എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളതിന്റെ ആ ഒരു വേർഡ് എഴുതുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് ചെയ്തിട്ടുള്ള വേർഡും എഴുതുക എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾ എന്താക്കിയത്, കറക്റ്റ് ചെയ്തിട്ടുള്ള വേർഡ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏതാണെന്ന്. ഓക്കെ, അതിന്റെ കറക്റ്റ് ചെയ്തിട്ടുള്ള വേർഡ് നിങ്ങൾ എ എന്നുള്ള പാർട്ടിൽ എഴുതുക. പീപ്പിൾസ് ഹിയർഡ് ദാറ്റ് ഹി വാസ് ഗോയിങ്. ഏകദേശം നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. Whenever to make paintings for a churches, whenever he tried to draw a horse or a plant, he had to know everything about it. He made many drawings in his notebook. ഓക്കെ, ഇത്രയുമാണ് ഇതുള്ളത്. ഡെഫിനറ്റ്ലി ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താക്കുക, നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഡെഫിനറ്റ്ലി ആരും മറന്നു പോകാതെ തന്നെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് കമന്റ് ചെയ്യണം. കാരണം ABCDEF എന്ന് എഴുതിയിട്ട് അതിന്റെ ആൻസേഴ്സ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയുന്നത് ഇൻ കേസ് കംപ്ലീറ്റ് അറിയില്ല, 2 മാത്രമേ അറിയുള്ളൂ എങ്കിൽ 2 മാത്രം അവിടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടം ഏതൊക്കെയാണോ അറിയുന്നത് അതൊക്കെ എന്താക്കുക, ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങളെ സെൽഫ് ഇവാലുവേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഈ ഒരു കമന്റ് ബോക്സ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Until then, it's bye. Your JD. Thank you. Bye bye.